Hey guys, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് തന്നെ എടുക്കാം. നമ്മുടെ റിയൽമിയുടെ GT neo5 കുറിച്ചാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തന്നെ 240 വാട്ട് ചാർജിങ്ങോടെ വരുന്ന ഒരു ഫോണാണ്. അതായത് നിങ്ങളുടെ ഫുൾ ബാറ്ററി 100% ബാറ്ററി വെറും 10 മിനിറ്റിലാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ ആയിക്കോളത്. അതുകൂടാണ് വളരെ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഫോണും കൂടിയാണ്. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ 8+Gen 1 പ്രോസസ്സറാണ്. നിങ്ങൾക്ക് എന്ത് ഡേ ടു ഡേ ടാസ്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് യൂട്യൂബ് ആയിക്കോട്ടെ, ബ്രൗസിംഗ് ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗെയിമിംഗ് വരെ ആയിക്കോട്ടെ, വളരെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഈ ഫോൺ ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇനിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, അതായത് 1.5K ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ഒരു ഫോൺ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്യാമറ എന്ന് പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ അതുകൂടി കേറ്റർ ചെയ്തുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ ക്യാമറ സെൻസർ, സോണിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ സെൻസറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോണിയുടെ IMX890 യൂഷ്വലി അറൗണ്ട് 50,000 റുപ്പീസിൻ്റെ ഫോണിൽ കിട്ടുന്ന ഒരു ക്യാമറ സെൻസറാണ്. ഇത്തരം ക്യാമറ സെൻസർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിനകത്തും കിട്ടാൻ പോകുന്നത്. ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ റിയൽമി GT3 എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഫോൺ രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. 240 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഉണ്ട്, 240 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത വേരിയൻ്റും ഉണ്ട്. അതാണ് ചീപ്പർ വേരിയൻസ്. ഈ വേരിയൻ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 30,000 റുപ്പീസാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് ആക്ച്വലി വരുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് 35,000 റുപ്പീസിന് ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരെ വളരെ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ളൊരു ഫോണായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ OnePlusൻ്റെ 11R ചീപ്പർ മോഡലാണ്. അതായത് നമുക്കറിയാം സ്നാപ്ഡ്രാഗൻ്റെ 8+Gen 1 പ്രോസസ്സർ ഉപയോഗിച്ചാണ് നമ്മുടെ OnePlusൻ്റെ 11R ഇറങ്ങിയത്, അറൗണ്ട് 40,000 റുപ്പീസ്. അതിൻ്റെ ചീപ്പർ മോഡലിൽ ഡയമൻസിറ്റിയുടെ 9,000+ പ്രോസസ്സറായിട്ടുള്ള യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോസസ്സർ ഇവർ OnePlusൻ്റെ ടാബ്ലറ്റിൽ ഓൾറെഡി കൺഫേംഡ് ആണ്. OnePlusൻ്റെ ടാബ്ലറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോസസ്സറാണ്. അതേ പ്രോസസ്സർ ഉപയോഗിച്ച് ഒരു ചീപ്പറായിട്ടുള്ള ഒരു വേരിയൻ്റ് അവർ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മോസ്റ്റ് ലൈക്ലി ഈ ഒരു ഫോൺ ചൈനീസ് എക്സ്ക്ലൂസീവ് ഫോൺ ആവാനാണ് ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ളത്. OnePlusൻ്റെ ഒരു കാര്യം കൺഫേംഡ് ആയിട്ടുള്ളതാണ്, OnePlusൻ്റെ ഒരു പ്രീമിയം കീബോർഡ്, അതായത് ഒരു പ്രീമിയം ബ്ലൂടൂത്ത് മെക്കാനിക്കൽ കീബോർഡ്, ഇത് അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ ടീസർ വീഡിയോ അവർ ഇട്ടുണ്ടായിരുന്നു. ഡിസൈൻ കണ്ടിട്ട് ഒരു പ്രീമിയം ഡിസൈനാണ്. ബോത്ത് വിൻഡോസ് ആൻഡ് മാക്കിന് വേണ്ടി കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു കീബോർഡ്, അതും OnePlusനായിരുന്നു. ഡിസൈൻ കണ്ടിട്ട് തന്നെ ഒരു ഇത്തിരി പ്രൈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കുള്ള വിവോയുടെ അടുത്തൊരു പുതിയ ഫോൺ ഈ അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. ആ ഫോണിൻ്റെ പേരാണ് V27 Pro. ഇതിനെക്കുറിച്ച് അടുത്ത് തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് കുറച്ച് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ വളരെ വെൽ റൗണ്ടഡ് ഫോണായിട്ട് എനിക്ക് തോന്നി. ഡയമൻസിറ്റി 8200 ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്, വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനുള്ളൊരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്തത് കർവ് ഡിസ്പ്ലേ ആണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 38,000 റുപ്പീസിലാണ്. അത് 8GB 128GB മോഡലിന് 43,000 ആണ്, 12GB 256GB റാം. പക്ഷേ ഈ ഒരു പ്രൈസിങ്ങും ഈ ഒരു സ്പെക്സും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ OnePlusൻ്റെ 11R എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി ബെറ്റർ ഓഫറിംഗ് ആണ്. കാരണം നിങ്ങൾക്കൊരു 2,000 റുപ്പീസിൻ്റെ ഡിഫറൻസിൽ OnePlusൻ്റെ 11R സ്നാപ്ഡ്രാഗൻ്റെ 8+Gen 1 പ്രോസസ്സറാണ് നിങ്ങൾ കിട്ടുന്നത്. കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് പെർഫോമൻസും ആണ്. അതുമാത്രമല്ല, കാർഡ് ഡിസ്കൗണ്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മോസ്റ്റ് ലൈക്ലി നിങ്ങൾക്കൊരു 1000 അല്ലെങ്കിൽ 1,500 രൂപയുടെ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോഴേക്കും 39,000 റുപ്പീസ് ആയിക്കോട്ടെ, 38,500 ആയിക്കോട്ടെ, OnePlusൻ്റെ 11R കുറച്ചും കൂടി ഒരു ബെറ്റർ ഓഫറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഓവറോൾ സ്പെക്സും ഫീച്ചേഴ്സും ഉൾപ്പെടെ. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വളരെ യുണീക്ക് ആൻഡ് ഫങ്കി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ റിലീസ് ചെയ്തിട്ടായിരുന്നു. അത് റിവർ എന്ന് പറയുന്ന കമ്പനി മെയ്ഡ് ചെയ്ത റിവർ ഇന്ത്യൻ്റെ സ്കൂട്ടർ 1.25 ലാഖിനാണ് അവർ സ്കൂട്ടർ ഓഫർ ചെയ്യുന്നത്. വളരെ യുണീക്ക് ഡിസൈനാണ് ഈ ഒരു സ്കൂട്ടറിനുള്ളത്. ബാക്കിയുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ യുണീക്ക് ഡിസൈനാണ്. ഡുവൽ LED ഹെഡ് ലാമ്പുമാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ബൂട്ട് സ്പേസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്. അതായത് നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നത് നിങ്ങളുടെ സീറ്റിനടിയിൽ 2 ഹെൽമെറ്റ്, അതായത് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ്, വളരെ വൈഡായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു സ്കൂട്ടറാണ്. ഇതും വളരെ അട്രാക്റ്റീവ് കളർ ഓപ്ഷൻസിലാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ, ഇതാണ് ഇവരുടെ മെയിൻ കളർ ഓഫറിങ്സ്. അപ്പോൾ നിങ്ങൾ 1,25,000 റുപ്പീസിന് ഈ സ്കൂട്ടറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇത് 90 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ആൻഡ് 120 km ആണ് ഇതിൻ്റെ ടോട്ടൽ റേഞ്ച് നിങ്ങൾ കിട്ടാൻ പോകുന്നത്.
ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ 6.7 കിലോ വാട്ടിൻ്റെ മോട്ടറും 4 കിലോ വാട്ടിൻ്റെ ബാറ്ററിയുമാണ്. ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വെൽ റൗണ്ടഡ് ആയിട്ട് തന്നെയാണ്. പക്ഷേ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലയും എയ്ത്തറിൽ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഞങ്ങൾക്ക് ഇൻ്റർഫേസിന് വരുന്നത്. ഇതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് നോൺ ടച്ച് സ്ക്രീൻ വെറും ഒരു LCD, ഒരു കളർ LCD ഡിസ്പ്ലേ ആണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. പക്ഷേ എപ്പോഴും ഒരു ഫങ്കി ഡിസൈൻ അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ളൊരു സ്കൂട്ടർ എടുക്കാൻ താല്പര്യം ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഈ അടുത്ത് തന്നെ ഒരു ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.